എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ കഞ്ചാവിന്റെ ചെടികളാണ് നിൽക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു അരുവിയാണ്. ഫ്രണ്ട്സ്, ഇവിടെ എന്തെയോ ആക്സിഡന്റ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പുറകിൽ ഇതാ കണ്ടില്ലേ, എങ്ങനെ നോക്കിയാലും നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, നമ്മുടെ ഇത്രയും ഹൈറ്റിലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൊടുക്കുന്ന മലകെട്ടായി പോയി. പക്ഷേ വ്യൂ മഴവിൽ നോക്കി നിങ്ങളിവിടെ തണുത്ത് മരവിച്ചു എന്ന് പറഞ്ഞ പോലെ മരവിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ മണാലിയിലാണ്. അങ്ങനെ മണാലിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് നേരെ ജോഗ്നി വാട്ടർഫോൾസ് കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു വാട്ടർഫോൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ് വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് നമ്മുടെ മണാലി. ഇതിന് മേലെ കേട്ടോ മണാലി ബസ് സ്റ്റാൻഡ് വരുന്നത്. നമുക്കിനി ജോഗ്നി വാട്ടർഫോൾസിലേക്ക് ഇവിടുത്തെ ഒരു 4.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം എൻ്റെ മുന്നിൽ നിങ്ങൾ കാണുന്നത് അതിഭീകരമായ മലനിരകളാണ്. അതായത് കുറേ അധികം നല്ല ഭംഗിയുള്ള മരങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശം. അതിന് താഴെയായി ഹോട്ടലുകളും വീടുകളും കുറേയധികം കച്ചവട സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്കിതാ ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും. ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ മനസ്സിനെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് മണാലി എന്ന് പറയുന്നത്. ഏതൊരാളെയും സ്വപ്ന സ്ഥലമായിരിക്കും മണാലി, കുളു മണാലി സാർ പറയുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ പണ്ട് കാലത്തെ സ്വപ്നങ്ങളിൽ ഞാൻ എത്തിപ്പെട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു നദി ഒഴുകുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയില്ല. നമുക്ക് പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ്. ഞാനിതാ റോഡൊന്ന് അപ്പുറത്ത് കടക്കട്ടെ, എന്നിട്ട് ഞാൻ അപ്പുറത്ത് ചെറിയൊരു കാഴ്ച കാണിച്ചു തരാട്ടെ. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ചാടുക. അതായത് നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ബ്രിഡ്ജിൻ്റെ അടുത്താണ്. ഞാൻ ആ ബ്രിഡ്ജിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ബ്രിഡ്ജ് പറയുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു കാഴ്ച ഇതൊക്കെ കഞ്ചാവിൻ്റെ ചെടികളാണ് നിൽക്കുന്നത്. ഫുള്ള് കഞ്ചാവ്. ഇവിടെ എവിടെ നോക്കിയാൽ നമുക്ക് ഈ കഞ്ചാവിൻ്റെ ചെടികൾ കാണാൻ കഴിയും. അപ്പോൾ ഇതാ അതിഗംഭീരമായൊരു എന്താ പറയുക പുഴ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനൊരു പാലം ഇത് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇനിയും കുറേ കാണാനുണ്ട്, ജസ്റ്റ് ഒരു ട്രയൽ മാത്രം കേട്ടോ അത്. നമ്മൾ നടന്നു പോകുന്ന വഴികളിലേക്ക് ഒരു ഭംഗി കണ്ടില്ലേ. ഇവിടെ എന്താ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പോഴേ കാണിച്ചു തന്ന ഈ ഒരു അരുവി എന്ന് പറയുന്നത് ഇത് എവിടുന്ന അത് മലയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. ദൂരെ അകലെ മഞ്ഞൊക്കെ ഒഴുകി വരുന്ന വെള്ളങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഇവിടുന്ന് ദൂരെ ഒരു മലയിൽ നമുക്കൊരു മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു മല കാണാം. മഞ്ഞൊക്കെ ഉള്ളൊരു മല കാണാൻ കഴിയും. കാണിച്ചു തരാം. കണ്ടോ, അതൊരു മഞ്ഞൊക്കെ ഉള്ളൊരു മലയാണ് കേട്ടോ. ഫുള്ള് മഞ്ഞാണ് ആ മലേൻ്റെ മേലെ. നോക്കിയേ, എൻ്റെ തൊട്ട് സൈഡായിട്ട് കണ്ടില്ലേ അടിപൊളി ഒരു അരുവി ഒഴുകണാൻ കഴിയും. ഈ ഒരു അരുവി കളകളാ ശബ്ദം ഉണ്ടാക്കി ഒഴുകുന്നൊരു അരുവി കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു അരുവിയാണ്. ഇവിടുന്ന് നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പിന്നെ ചെറുതേ പോവും താഴോട്ട്. കുറേ ഭാഗത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നിങ്ങൾ കണ്ടുതന്നെ തീരണം കേട്ടോ. അത് നോക്കി എന്തൊരു രസമാണെന്ന് കാണാൻ. നമ്മുടെ മണാലി ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേക ഭംഗി എടുത്തറിയിക്കുന്നത് ആ മരങ്ങളാണ് കേട്ടോ. വിശാലമായ സ്ഥലങ്ങൾ, കുറേ മലനിരകൾ, കുറേ മരങ്ങൾ, നല്ല ഭംഗി കേട്ടോ. എനിക്ക് എങ്ങനെയാണ് വർണ്ണിക്കാന്നറിയില്ല, എത്രത്തോളം ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതായത് 3 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് ഇവിടുന്ന് ജോഗ്നി ഫാൾസിലോട്ട്. അവിടുന്ന് ട്രെക്കിംഗ് ഉണ്ട്. അവിടേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ ഈ കാണുന്നതൊക്കെ. അത് നോക്കിയേ, ഈ ഒരു വ്യൂ നോക്കിയേ നിങ്ങൾ കണ്ടോ. 2 സൈഡും നല്ല ഗംഭീര മലനിരകൾ കാണാൻ കഴിയും. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററാണ് നമ്മുടെ ജോഗ്നി ഫാൾസിലോട്ടുള്ള ദൂരം. അവിടുന്ന് 1 കിലോമീറ്റർ നമുക്ക് ട്രെക്കിംഗ് ചെയ്യാനുണ്ട്. ഏകദേശം ഇതിൻ്റെ ഒരു മണ്ടയിലാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് നടന്നു വന്നു. കുറേ ആളുകൾ ഇവിടെ താഴെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങ് ദൂരെ കുറേ വിശാലമായ കുറേ പട്ടണങ്ങൾ കാണാൻ കഴിയും. കുറേ വീടുകളും കാര്യങ്ങളും. നമ്മളിപ്പോൾ ഏറെക്കുറെ നടന്നതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിത് അങ്ങ് ദൂരെയായിട്ടൊരു വാട്ടർഫോൾ കാണാൻ കഴിയും. ചിലപ്പോൾ അതാണ് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ഫ്രണ്ട്സ്, ഇവിടെ എന്തെയോ ആക്സിഡൻറ്റ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ലോറിൻ്റെ ഫ്രണ്ടൊക്കെ ഭയങ്കര ചളിങ്ങിയുണ്ട് കേട്ടോ. കണ്ടില്ലേ, എപ്പോൾ സംഭവിച്ചാണ്. ഇവിടെ ആളെ കൂടി നിൽക്കുന്നുണ്ട് കണ്ടോ. സൈഡ് മൊത്തം പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ജോഗ്നി വാട്ടർഫോളിൻ്റെ ഏറെക്കുറെ അടുത്ത് എത്തിയിട്ടുണ്ട്. നോക്കി ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഹൈക്കിംഗ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ വെള്ളമൊക്കെ വരുന്നത് മലമുകളിലത്തെ വെള്ളമാണ് കേട്ടോ. കുറേ ആളുകൾ വാട്ടർഫോളും കൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഈ ഒരു വ്യൂ കണ്ടില്ല എങ്ങനെയുണ്ടെന്ന്. ഇതൊക്കെ ആ വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. താഴോട്ട് ഒഴുകി വരുന്ന വെള്ളങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കാറ് ഇവിടം വരെ എത്തുള്ളൂ തോന്നുന്നു. ഇവിടുന്ന് ഒരു 1500 മീറ്റർ കൂടി നടക്കാനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ടയർഡായി. എൻ്റെ ബാഗ് ഞാൻ താഴത്തെ കാണുന്ന കടയിൽ ഞാൻ
വെച്ചിട്ടുണ്ട്. നമ്മൾ അയ്യോ ഇതൊരു രക്ഷയില്ലാത്ത കഴിച്ചാൽ കുറച്ചൊരു 10 മിനിറ്റ് മല കയറാനുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കുക ഗൈസ്, ഇവിടുത്തെ ഒരു വ്യൂ നോക്കണേ നിങ്ങൾ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അവിടെ കുറേയധികം കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. വെള്ളം വരുന്ന നോക്കിയേ, ഇതോ കാണുന്ന അവിടെ നട വരുന്ന് കണ്ടില്ലേ. നമ്മളിതാ അതിൻ്റെ അറ്റം വരെ കയറാനുണ്ട്. നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുറകിൽ ഇതാ കണ്ടില്ലേ, എങ്ങനെ നോക്കിയാലും നല്ല ഭംഗിയായിരിക്കും സ്ഥലങ്ങൾ. ഭയങ്കര നടന്ന് കുഴങ്ങി ആകെ ടയേർഡാണ്, നല്ല തണുപ്പുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ വേർക്കുന്നുണ്ട്. നോക്കിയേ സുഹൃത്തുക്കളെ, അങ്ങനെ കുറച്ചുകൂടി ഇവിടെ നടന്നതാ ഏറെക്കുറെ അടുത്തെത്തി. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ അവിടെ കണ്ട അരുവിയൊക്കെ വ്യക്തമായി കാണാൻ കഴിയും. നടന്ന് മതിയായി ഗൈസ്. കുറേ ആളുകൾ കയറുന്നുണ്ട് മേലേക്ക്, കണ്ടോ വരുന്നുണ്ടല്ലേ. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. മണാലി വരികയാണെങ്കിൽ ജോഗ്നി ഫാൾസ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ആ മലനിരകളിലേക്ക് ഒരു ഭംഗി കാണണം. ഈ ക്യാമറയിൽ എത്രത്തോളം നമുക്ക് വ്യക്തമാണില്ല, എത്രത്തോളം ഒരു ഭംഗി കിട്ടുന്നില്ല. നേരിട്ട് കാണുന്നേ വേണം ഗൈസ്. നമ്മുടെ മഞ്ഞ് മലനിരകൾ ഇതിപ്പോൾ വെള്ളം വളരെ കുറവാണ്. മഴക്കാല സമയത്ത് ഇവിടെ നമ്മൾ വിചാരിക്കുന്നേക്കാളും അതിഭീകരമായിട്ടോ വെള്ളം താഴെ വീഴുന്ന കാണാൻ കഴിയുക. താഴെയായിട്ട് നമുക്കിതാ അല്ലേ കുറേ മരങ്ങളൊക്കെ വീണ് അതിൻ്റെ മേലാണ് ഈ വെള്ളം വന്ന് പതിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. കാണിച്ച ഫ്രണ്ട്സ് മതിയായി, കൊടുക്കുന്ന മലകയറ്റായി പോയി. പക്ഷേ വ്യൂ മേലൊക്കെ വരുന്നതോറും ഭയങ്കര എന്താ പറയുക അടിപൊളി വ്യൂ ആണ്. നോക്കി നമ്മുടെ നല്ല പട്ടിക്കുട്ടി നിൽക്കുന്നുണ്ട്. അത് പോകുന്ന വഴി അടി കാണുന്നത്. ഇവിടെ നല്ല അടിപൊളി പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്കി ഗൈസ്, ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. നമ്മളിതാ കുറേ ദൂരം അവിടെ നടന്ന് കയറാൻ തുടങ്ങിയതാണ്. ഇത്രയും ഹൈറ്റിലോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ബ്രോഡ് വ്ളോഗ് ചെയ്യുന്നുണ്ട്. സി ഈ ഒരു ഏരിയ ഒരു രക്ഷയില്ലാട്ടോ. ഈസ് ഫ്രം പഞ്ചാബ്. പഞ്ചാബിയാണ്. ഗുഡ് വൈബ്. ഹായ് ഗൈസ്, നമ്മളെ ഏറെക്കുറെ അടുത്തെത്തി ഗൈസ്. നോക്കി, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കിയ ഗൈസ് ഇവിടുന്ന് വ്യൂ. എനിക്ക് കഴിയട്ടോ. ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് കയറി കയറി വലിഞ്ഞ് പണ്ടാരടങ്ങിയത് കേലെ കയറിയത് അവിടെ എത്തുമ്പോഴുള്ള വ്യൂ ആണ്. ഇനിയും ഉണ്ട് കാണാൻ. നീ നോക്കിയേ, അതാണ് നമ്മൾ ശരിക്കും ജോഗ്നി വാട്ടർഫോൾ, മെയിൻ വാട്ടർഫോൾ എന്ന് പറയുന്നത്. യാ ബ്രോ, നൈസ് വാട്ടർഫോൾ. അത് നോക്കിയാൽ നിങ്ങൾ അവിടുത്തെ ഒരു വ്യൂ നോക്കിയാൽ നിങ്ങൾ ഒരു ആക്ച്വലി കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ഏഴും ടോപ്പ് സൈഡിലാണ്. നമുക്കിതാ ദൂരെയായിട്ട് മഞ്ഞ് വീഴ്ച കാണാൻ കഴിയും. ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ. നമുക്കിതാ ഇനിയും മുന്നോട്ട് കുറേ പോകാനുണ്ട്. നമ്മളങ്ങനെ അതിലെത്തി അടുത്തെത്തിയിരിക്കുകയാണ്. അതായത് ഇനിയൊരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെത്തുന്നതായിരിക്കും. തിരിച്ച് 1 മണിക്കൂർ താഴത്തോട്ട് ട്രെക്കിംഗ് ഉണ്ട്. ഇതൊരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഗൈസ്. അവിടെ ഏകപ്പെട്ട ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് വീഡിയോ എടുത്തിട്ടും എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിങ്ങളിത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എനിക്കിത് എത്രത്തോളം പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാനൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ഹിമാചലിൽ വ്ളോഗിങ് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹിമാചലിൽ മണാലി വരുന്നവർ നിർബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫോളാണ് ജോഗ്നി വാട്ടർഫോൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ മണ്ടയിലോട്ട് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ക്യാമറയിൽ ചെറുതായിട്ട് കാണുന്നത്, പക്ഷേ ഇത് ഒടുക്കത്തെ വലിപ്പമാണ് കഴിച്ചു, ഒടുക്കത്തെ വലിപ്പമാണ്. നമ്മളെത്തി. ഇവിടെ കുളിക്കേണ്ടവർ കുളിക്കാം, പക്ഷേ മുടിഞ്ഞ തണുപ്പാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് മേത്ത് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ കൊണ്ടാരടങ്ങും. എത്രത്തോളം തണുപ്പാണ്. സോ നമുക്ക് കണ്ടിട്ട് വേഗം തിരിച്ചിറങ്ങാം കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മളവിടെ എത്തി നിങ്ങൾക്ക് കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി പോകുന്നു. പക്ഷേ വീട്ടിനെ കുറച്ച് ബുദ്ധിമുട്ടാണ്, വെള്ളം തെറിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. വെള്ളം സ്പ്രേ ചെയ്യുന്ന കാണുന്നുണ്ടോ? ജോഗ്നി വാട്ടർഫോൾ. നമ്മൾ ഇത്രങ്ങാണ് ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ട്. നല്ല തണുപ്പോട്ടോ, ഒരു രക്ഷയില്ല. മേലെന്ന് വെള്ളം സ്പ്രേ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആകെ ചെറുതായിട്ടൊക്കെ നനഞ്ഞു. കാറ്റടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് കാണുന്ന വെള്ളം. അയ്യോ, ഇവിടുന്ന് ഒരു രക്ഷയില്ല ഗൈസ് വ്യൂ.
ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടൊരു വ്യക്തി എന്ന് പറയില്ലേ, അത് അങ്ങനെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. നോക്കി അറിയുമ്പോൾ കൈയൊക്കെ തണുത്ത് വിറയ്ക്കുന്നുണ്ട്, പക്ഷേ എന്തായാലും കുഴപ്പമില്ല ഗൈസ്. സുഹൃത്തുക്കളെ തണുത്ത് വിറയ്ക്കുന്നുണ്ട്. എന്നിരുന്നാൽ ഒരു കാഴ്ച കാണിച്ചു തരാം. മഴവിൽ നോക്കി നിങ്ങളിവിടെ, മഴവിൽ എൻ്റെ കൈയൊക്കെ തണുത്ത് മരവിച്ചു കേട്ടോ. ഇങ്ങോട്ട് തണുത്ത് മരവിച്ചു എന്ന് പറഞ്ഞ പോലെ മരവിച്ചു. ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ താഴത്തോട്ട് ഇറങ്ങട്ടെ, ഇവിടെ സേഫ് അല്ല. തണുക്കണു ഗൈസ്, തണുക്കണു. അപ്പം ഫ്രണ്ട്സ് ടയേർഡായി, എൻ്റെ മുഖമൊക്കെ ആകെ അഴുക്ക് പിടിച്ചിട്ട് അവിടെ എന്തോ ലൈറ്റുണ്ട്. ജോഗിനി വാട്ടർഫോളിൻ്റെ അടുത്തുനിന്ന് നമ്മൾ തിരിച്ച് വിട പറയാണ്. ഇനി 1 കിലോമീറ്റർ തിരിച്ച് താഴത്തോട്ട് ഇറങ്ങാനുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ജോഗിനി വാട്ടർഫോളിൻ്റെ വിശേഷങ്ങളും നമ്മുടെ യാത്രയും അനുഭവങ്ങളൊക്കെ. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോ ആയിട്ട്, മണാലിൻ്റെ ഇഷ്ടംപോലെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.